നമുക്ക് വെക്റ്റർ സ്പേസസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കൂടി നോക്കാം. ലെറ്റ് സി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ദി സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ദി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെയും കളക്ഷനാണ് സി എ ബി. ഇവിടെ സി എ ബിയിലെ വെക്റ്റേഴ്സ് ഫംഗ്ഷൻസ് ആണ്, നമ്പേഴ്സ് അല്ല. ദെൻ ഈ സെറ്റിലെ വെക്റ്റർ അഡീഷൻ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. സി എ ബിയിൽ നിന്നും ഏത് രണ്ട് ഫംഗ്ഷൻസ് എഫും ജിയും ചൂസ് ചെയ്താലും അവയുടെ സമ്മ് എഫ് പ്ലസ് ജി ഡിഫൈൻ ചെയ്യുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. എഫിൻ്റെയും ജിയുടെയും ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയതുകൊണ്ട് എഫ് പ്ലസ് ജിയുടെയും ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. എഫും ജിയും സി എ ബിയിലെ മെമ്പേഴ്സ് ആയതുകൊണ്ട് ആ രണ്ട് ഫംഗ്ഷൻസും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കറിയാം രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സമ്മ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. സോ എഫ് പ്ലസ് ജി ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ദെയർഫോർ എഫ് പ്ലസ് ജി ബിലോങ്സ് ടു സി എ ബി. സോ വെക്റ്റർ അഡീഷൻ ക്ലോസ്ഡ് ആണ്. ദെൻ സ്കേലാർ ഫീൽഡായിട്ട് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ചൂസ് ചെയ്യുക. ഒരു സ്കേലാർ ആൽഫയും ഒരു വെക്റ്റർ എഫും ചൂസ് ചെയ്താൽ അവയുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആൽഫ ഇൻറ്റു എഫ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ആൽഫ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ദെൻ എഫ് സി എ ബിയിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് എഫ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഫംഗ്ഷൻ ആൽഫ ഇൻറ്റു എഫും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. ദെയർഫോർ ആൽഫ എഫ് ബിലോങ്സ് ടു സി എ ബി ഫോർ എനി സ്കേലാർ ആൽഫ ആൻഡ് ഫോർ എനി വെക്റ്റർ എഫ് ബിലോങ്സ് ടു സി എ ബി. സോ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ്. ഇനി നമുക്ക് ഓരോ ആക്സിയംസും വെരിഫൈ ചെയ്ത് നോക്കാം. ആക്സിയം V1, ടേക്ക് എനി ഫംഗ്ഷൻസ് എഫ് കോമ ജി ബിലോങ്സ് ടു സി എ ബി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ് എന്നാണ്. രണ്ട് ഫംഗ്ഷൻസ് എഫ് വണ്ണും എഫ് ടുവും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുവാൻ അവയുടെ കോമൺ ഡൊമെയിനിലെ ഏതൊരു പോയിൻ്റ് എക്സ് ചൂസ് ചെയ്താലും ആ പോയിന്റിൽ എഫ് വൺ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ടു ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇവിടെ എഫ് പ്ലസ് ജിയും ജി പ്ലസ് എഫും ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിഫൈൻഡ് ആയ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ് എന്ന് പ്രൂവ് ചെയ്യുവാൻ വേണ്ടി ഫോർ എനി എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ ടേക്ക് എനി എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ബൈ ഡെഫിനിഷൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. എഫും ജിയും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. നമുക്കറിയാം റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന്. സോ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. അത് യൂസ് ചെയ്യുമ്പോൾ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ദെൻ ബൈ ഡെഫിനിഷൻ ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി പ്ലസ് എഫ് ഓഫ് എക്സ് ആയതുകൊണ്ട് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ജി പ്ലസ് എഫ് ഓഫ് എക്സ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി എന്ന് കിട്ടും. Therefore f plus g equal to g plus f. Hence vector addition is commutative. Now second axiom, associativity. Take any functions f, g and h belongs to CAB and take any point x in closed interval AB. Now f plus g CAB യിൽ ഒരു മെമ്പർ ആയതുകൊണ്ട് by definition f plus g plus h of x equal to f plus g of x plus h of x. Again by definition f plus g of x equal to f of x plus g of x ആയതുകൊണ്ട് which is equal to f of x plus g of x plus h of x. Then f of x ഉം g of x ഉം h of x ഉം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടും റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ടും f of x plus g of x plus h of x equal to f of x plus g of x plus h of x എന്ന് കിട്ടും. Then by definition which is equal to f of x plus g plus h of x. Again by the definition of vector addition which is equal to f plus g plus h of x. Therefore f plus g plus h of x equal to f plus g plus h of x for any x belongs to closed interval a b. Therefore f plus g plus h equal to f plus g plus h. Hence vector addition is associative. Now existence of additive identity. CABയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി സീറോ ഫംഗ്ഷൻ ആണ്. അതായത് O of x ഈക്വൽ ടു സീറോ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ഇതുപോലെ ഡിഫൈൻഡ് ആയിട്ടുള്ള സീറോ ഫംഗ്ഷൻ O ആണ് CABയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി.
അത് ജസ്റ്റ് ഒരു നൊട്ടേഷൻ മാത്രമാണ്. എങ്ങനെ വേണമെങ്കിലും ഈ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഈ ഫംഗ്ഷനാണ് CABയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഈ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്തായാലും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ഫംഗ്ഷൻ ഓഫ് CABയിലെ ഒരു മെമ്പറാണ്. ദെൻ CABയിലെ ഏതൊരു ഫംഗ്ഷൻ എഫ് ചൂസ് ചെയ്താലും ബൈ ഡെഫിനിഷൻ f plus o of x equal to f of x plus o of x. For all x o of x equal to 0 ആയതുകൊണ്ട് which is equal to f of x plus 0. Then f of x ഒരു റിയൽ നമ്പർ ആണ്. 0 റിയൽ സ്പേസിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. സോ f of x plus 0 equal to f of x ആയിരിക്കും. Therefore f plus o of x equal to f of x. Similarly o plus f of x equal to f of x എന്ന് കിട്ടും. For any x belongs to closed interval AB. Therefore f plus o equal to f which is equal to o plus f. So 0 function CABയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ്. Then fourth axiom, existence of inverse. CABയിൽ നിന്നും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ f ചൂസ് ചെയ്താൽ minus f of x equal to minus of f of x for all x belongs to closed interval AB എന്ന് ഡിഫൈൻ ചെയ്താൽ, ഇതുപോലൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ മൈനസ് എഫും ക്ലോസ്ഡ് ഇന്റർവൽ ABയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. Therefore minus f belongs to CAB. Also for any x belongs to closed interval AB, f plus minus f of x equal to by definition f of x plus minus f of x. Then minus f of x equal to minus of f of x ആയതുകൊണ്ട് which is equal to f of x minus f of x which is equal to 0, അതായത് o of x. Therefore f plus minus f equal to o. Similarly minus f plus f equal to o, അതായത് CABയിലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആണ് o. സോ മൈനസ് എഫ് ആണ് ഫംഗ്ഷൻ എഫിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. സോ V1 മുതൽ V4 വരെയുള്ള ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore CAB form an abelian group under addition of functions. Now axiom V5 വെരിഫൈ ചെയ്യാം. For any scalar alpha belongs to R, for any functions f comma g belongs to CAB, and for any real number x in closed interval AB, by definition alpha f plus g of x equal to alpha into f plus g of x ആണ്. Then vector additionൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ f plus g of x equal to f of x plus g of x ആയതുകൊണ്ട് which is equal to alpha into f of x plus g of x. ഇവിടെ ആൽഫയും എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷൻ ആണ്. സോ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ് ആയിരിക്കും. ദെൻ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡെഫിനിഷൻ റിവേഴ്സ് ഓർഡറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ എഫ് ഓഫ് എക്സും ആൽഫ ഇൻറ്റു ജി ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ജി ഓഫ് എക്സും ആയതുകൊണ്ട് which is equal to alpha f of x plus alpha g of x. Then vector addition definition reverse order apply ചെയ്താൽ which is equal to alpha f plus alpha g of x. Therefore alpha into f plus g equal to alpha f plus alpha g. So axiom 5 satisfy ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ axiom 6ഉം വെരിഫൈ ചെയ്യാവുന്നതാണ്. Now axiom 7, take any scalars alpha and beta in R, any function f belongs to CAB, and any real number x belongs to closed interval AB. By definition beta f of x equal to beta into f of x ആയതുകൊണ്ട് alpha beta f of x equal to alpha into beta f of x which is equal to alpha into beta into f of x. Then ആൽഫയും ബീറ്റയും എഫ് ഓഫ് എക്സും റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടും റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ടും വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദെൻ ബൈ ഡെഫിനിഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു എഫ് ഓഫ് എക്സ്. ദെർഫോർ ആൽഫ ഇൻറ്റു ബീറ്റ എഫ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു എഫ്. ഓൾസോ റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ ആയിരിക്കും. ആൽഫ ഇൻറ്റു ബീറ്റ എഫ് ഈക്വൽ ടു ആൽഫ ബീറ്റ ഇൻറ്റു എഫ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ ആൽഫ ഇൻറ്റു എഫ്. നൗ ബൈ ഫസ്റ്റ് പാർട്ട് ബീറ്റ ആൽഫ ഇൻറ്റു എഫ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ എഫ് ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു ആൽഫ എഫ്. സോ ആക്സിയം 7ഉം ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്.
ദെൻ എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 1 ഒരു റിയൽ നമ്പറാണ്. സി എ ബിയിലെ ഏതൊരു ഫംഗ്ഷൻ എഫ് ചൂസ് ചെയ്താലും ബൈ ഡെഫിനേഷൻ 1 ഓഫ് എക്സ് ഈക്വൽ ടു 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഒരു റിയൽ നമ്പറും 1 റിയൽ ഫീൽഡിലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റിയും ആയതുകൊണ്ട് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. സോ 1f ഈക്വൽ ടു എഫ് ഫോർ എനി എഫ് ബിലോങ്സ് ടു സി എ ബി. സോ റിയൽ നമ്പർ 1 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. സോ ആക്സിയം 8ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore CAB is a vector space over R under these operations. Then next example, let Rn of x be the set of all polynomials of degree less than or equal to n and with real coefficients. അതായത് ഫോർ എ ഫിക്സഡ് n ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന വിധത്തിലുള്ള എല്ലാ കോയിഫിഷ്യൻസും റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ് Rn of x. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ R3 of x എന്നുള്ളത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആയിട്ടുള്ള എല്ലാ കോയിഫിഷ്യൻസും റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. R10 of x എന്നുള്ളത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയിട്ടുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷൻ. ജനറൽ കേസിൽ ഫോർ എനി നോൺ നെഗറ്റീവ് ഇൻറ്റിജർ n Rn of x be the collection of all polynomials of degree less than or equal to n and with real coefficients. That is Rn of x equal to set of all p of x equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an minus 1 x plus an, where a0, a1 etc an minus 1 an are real numbers. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n ഈക്വൽ ടു 3 ആണെങ്കിൽ 3x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1/2 എക്സ് ക്യൂബ് പ്ലസ് 2x സ്ക്വയർ 4x ക്യൂബ് 5/2x പ്ലസ് 1 കോൺസ്റ്റൻറ്റ് 2 ഇവയെല്ലാം R3 of xയിലെ മെമ്പേഴ്സാണ്. ബട്ട് എക്സ് റേസ് ടു 4 മൈനസ് 3x ക്യൂബ് പ്ലസ് 2x എക്സ് റേസ് ടു 5 പ്ലസ് 1 ഇവയെല്ലാം R3 xയിലെ മെമ്പേഴ്സ് അല്ല, കാരണം അവയുടെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അല്ല. ദെൻ Rn of xയിലെ വെക്റ്റർ അഡീഷൻ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എനി പോളിനോമിയൽസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 x raised to n plus a1 x raised to n minus 1 plus etc plus an and q of x equal to b0 x raised to n plus b1 x raised to n minus 1 plus etc plus bn in Rn of x. p of x plus q of x equal to a0 plus b0 into x raised to n plus a1 plus b1 into x raised to n minus 1 plus etc plus an plus bn. അതായത് കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ആഡ് ചെയ്യുന്നു. ദെൻ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആയിരിക്കും. ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും ആയിരിക്കും. സോ പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ബിലോങ്സ് ടു Rn of x. Therefore Rn of x is closed with respect to polynomial addition. Now സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഇതുപോലെ ഡിഫൈൻ ചെയ്യുന്നു. ഫോർ എനി സ്കേലാർ ആൽഫ ബിലോങ്സ് ടു R and for any vector p of x in Rn of x, alpha into p of x equal to alpha a0 into x raised to n plus alpha a1 into x raised to n minus 1 plus etc plus alpha an. അതായത് എല്ലാ കോർഡിനേറ്റ്സിൻ്റെയും കൂടെ റിയൽ നമ്പർ ആൽഫ മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ആൽഫ പി ഓഫ് എക്സ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള ഒരു പോളിനോമിയൽ ആയിരിക്കും. Therefore alpha p of x belongs to Rn of x. So Rn of x is closed with respect to scalar multiplication. Then v1 മുതൽ v8 വരെയുള്ള എല്ലാ ആക്സിയംസും നമുക്ക് വെരിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, ഫോർ എനി പോളിനോമിയൽസ് p of x equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an and q of x equal to b0 x raised to n plus b1 x raised to n minus 1 plus etc plus bn in Rn of x. By definition p of x plus q of x equal to a0 plus b0 into x raised to n plus a1 plus b1 into x raised to n minus 1 plus etc plus an plus bn. Then ai'സും bi'സും റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവും ആയതുകൊണ്ട് ai plus bi ഈക്വൽ ടു bi plus ai ആയിരിക്കും. ഫോർ ഈച്ച് i ഈക്വൽ ടു 1 2 3 up to n. Therefore p of x plus q of x equal to b0 plus a0 into x raised to n plus b1 plus a1 into x raised to n minus 1 plus etc plus bn plus an. അത് q of x plus p of x ആണ്. So p of x plus q of x equal to q of x plus p of x for any polynomials p of x and q of x in Rn of x. Therefore polynomial addition is commutative. ഇതുപോലെ റിയൽ നമ്പേഴ്സിൻ്റെ അഡീഷൻ അസോസിയേറ്റീവ് ആയതുകൊണ്ട് പോളിനോമിയൽ അഡീഷൻ അസോസിയേറ്റീവ് ആണെന്ന് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാവുന്നതാണ്.
നൗ സീറോ പോളിനോമിയലാണ് Rn of xലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അതായത് O of x ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 0 എന്ന് ഡിഫൈൻ ചെയ്താൽ ഈ പോളിനോമിയൽ Rn of xലെ ഒരു മെമ്പർ ആയിരിക്കും. അതുപോലെ Rn of xലെ ഏതൊരു പോളിനോമിയൽ P of x ഈക്വൽ ടു a0 എക്സ് റേസ് ടു എൻ പ്ലസ് a1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് an ചൂസ് ചെയ്താലും ബൈ ഡെഫിനിഷൻ P of x plus O of x equal to a0 plus 0 into x raised to n plus a1 plus 0 into x raised to n minus 1 plus etc plus an plus 0 which is equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an. അത് P of x തന്നെയാണ്. സിമിലർലി O of x plus P of x equal to P of x എന്ന് പ്രൂവ് ചെയ്യുവാൻ സാധിക്കും. സോ സീറോ പോളിനോമിയലാണ് Rn of xലെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി. നൗ എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ്. Rn of xൽ നിന്നും ആർബിട്രറി ആയിട്ടൊരു പോളിനോമിയൽ P of x യൂസ് ചെയ്യുക. വേർ P of x ഈക്വൽ ടു a0 എക്സ് റേസ് ടു എൻ പ്ലസ് a1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് an. ദെൻ മൈനസ് P of x ഈക്വൽ ടു മൈനസ് a0 എക്സ് റേസ് ടു എൻ പ്ലസ് മൈനസ് a1 എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മൈനസ് an. ഇതുപോലൊരു പോളിനോമിയൽ ഡിഫൈൻ ചെയ്താൽ ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയതുകൊണ്ടും കോഎഫിഷ്യൻസ് എല്ലാം റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ടും മൈനസ് P of x Rn of xലെ ഒരു മെമ്പർ ആയിരിക്കും. ഓൾസോ ബൈ ഡെഫിനിഷൻ P of x പ്ലസ് മൈനസ് P of x ഈക്വൽ ടു a0 പ്ലസ് മൈനസ് a0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് a1 പ്ലസ് മൈനസ് a1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് മൈനസ് an വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 0 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 plus etc plus 0, that is O of x. Similarly minus P of x plus P of x equal to O of x എന്ന് കിട്ടും. സോ മൈനസ് P of x ആണ് P of xൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ്. സോ V1 മുതൽ V4 വരെയുള്ള എല്ലാ ആക്സിയംസും ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. Therefore Rn of x form an abelian group under polynomial addition. Now axiom V5, take any scalar alpha belongs to R and any two polynomials P of x equal to a0 x raised to n plus a1 x raised to n minus 1 plus etc plus an and Q of x equal to b0 x raised to n plus b1 x raised to n minus 1 plus etc plus bn in Rn of x. P of x plus Q of x equal to a0 plus b0 into x raised to n plus a1 plus b1 into x raised to n minus 1 plus etc plus an plus bn ആയതുകൊണ്ട് by the definition of scalar multiplication, alpha into P of x plus Q of x equal to alpha into a0 plus b0 into x raised to n plus alpha into a1 plus b1 into x raised to n minus 1 plus etc plus alpha into an plus bn എന്ന് കിട്ടും. ഇവിടെ ഐസും ബി ഐസും ആൽഫയും റിയൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ അഡീഷനും ആയതുകൊണ്ട് ആൽഫ ഇൻറ്റു എ ഐ പ്ലസ് ബി ഐ ഈക്വൽ ടു ആൽഫ എ ഐ പ്ലസ് ആൽഫ ബി ഐ എന്ന് കിട്ടും. ഫോർ ഈച്ച് ഐ ഈക്വൽ ടു 1 2 3 അപ് ടു n. അത് യൂസ് ചെയ്യുമ്പോൾ ആൽഫ ഇൻറ്റു പി ഓഫ് എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ നോട്ട് പ്ലസ് ആൽഫ ഇൻറ്റു ബി നോട്ട് ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് ആൽഫ എ വൺ പ്ലസ് ആൽഫ ബി വൺ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ എൻ പ്ലസ് ആൽഫ ബി എൻ എന്ന് കിട്ടും. അതൊന്ന് അറേഞ്ച് ചെയ്താൽ വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് 1 plus etc plus an plus alpha into b0 x raised to n plus b1 x raised to n minus 1 plus etc plus bn എന്ന് കിട്ടും. That is alpha p of x plus alpha q of x. So ഫിഫ്ത്ത് ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതുപോലെ സിക്സ്ത് ആൻഡ് സെവൻത്ത് ആക്സിയംസ് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യുവാൻ സാധിക്കും. നൗ ആക്സിയം 8, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. 1 ഒരു റിയൽ നമ്പറാണ്. അതുപോലെ തന്നെ Rn of xലെ ഏതൊരു പോളിനോമിയൽ P of x യൂസ് ചെയ്താലും 1 ഇൻറ്റു P of x ഈക്വൽ ടു 1 ഇൻറ്റു a0 ഇൻറ്റു എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു a1 ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് 1 ഇൻറ്റു an വിച്ച് ഇസ് ഈക്വൽ ടു a0 എക്സ് റേസ് ടു എൻ പ്ലസ് എക്സെട്ര പ്ലസ് an. ദാറ്റ് ഈസ് 1 ഇൻറ്റു P of x ഈക്വൽ ടു P of x ഫോർ എനി പോളിനോമിയൽ ഇൻ Rn of x. സോ 1 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. ഹെൻസ് 1 മുതൽ 8 വരെയുള്ള എല്ലാ ആക്സിയംസും Rn of x ഹോൾഡ് ചെയ്യുന്നുണ്ട്. Therefore Rn of x is a vector space over R under these two operations. Then ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ചൂസ് ചെയ്തിരുന്ന വെക്റ്റേഴ്സിൻ്റെ സെറ്റ് Rn of x
ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിട്ടുള്ള റിയൽ കോഎഫിഷ്യൻസ് ഉള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷൻ ആയിരുന്നു. ദെൻ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന പോളിനോമിയൽസിന് പകരം ഡിഗ്രി എക്സാക്ട്ലി ഈക്വൽ ടു n വരുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുത്ത് അതിൽ സെയിം ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്താൽ അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കുകയില്ല. അതായത് ഫോർ എ ഫിക്സഡ് n a0 x raised to n plus a1 x raised to n minus 1 plus etc plus an where a0 not equal to 0 and a0 a1 etc an are real numbers. ഇതുപോലെയുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുത്താൽ അതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കുകയില്ല എന്നാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ n ഈക്വൽ ടു 3 ആണെങ്കിൽ ഈ കളക്ഷന് ഡിഗ്രി എക്സാക്ട്ലി 3 ആയിട്ടുള്ള പോളിനോമിയൽസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതായത് എക്സ് ക്യൂബ് പ്ലസ് 1 1/2 എക്സ് ക്യൂബ് 2x ക്യൂബ് പ്ലസ് എക്സ് മൈനസ് 1/3 ഈ ടൈപ്സ് പോളിനോമിയൽസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ള പോളിനോമിയലിൻ്റെ ഡിഗ്രി ലെസ് ദാൻ 3 ആയതുകൊണ്ട് ഈ കളക്ഷന് ഈ പോളിനോമിയൽ ഉണ്ടായിരിക്കുകയില്ല. ബട്ട് പ്രീവിയസ് എക്സാമ്പിളിൽ പറഞ്ഞ R3 ഓഫ് എക്സിൽ ഈ പോളിനോമിയൽ ഉണ്ടായിരിക്കും. കളക്ഷൻ ഏത് തന്നെ ആയാലും പോളിനോമിയൽ അഡീഷൻ്റെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 പോളിനോമിയലാണ്. ബട്ട് 0 പോളിനോമിയലിൻ്റെ ഡിഗ്രി ഈക്വൽ ടു 0 ആയതുകൊണ്ട് ഈ സ്പേസിൽ 0 പോളിനോമിയൽ ഉണ്ടായിരിക്കുകയില്ല. സോ ആക്സിയം 3 ഹോൾഡ് ചെയ്യുകയില്ല. അതുകൊണ്ട് ഇതൊരു വെക്റ്റർ സ്പേസ് ആയിരിക്കുകയില്ല. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ, ലെറ്റ് u ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 5 ടപ്പിൾസ് x1 x2 x3 x4 x5 ബിലോങ്സ് ടു R5 സച്ച് ദാറ്റ് x1 പ്ലസ് x5 ഈക്വൽ ടു 0. അതായത് സെറ്റ് u R5ൻ്റെ ഒരു സബ്സെറ്റാണ്. അതിലുള്ള 5 ടപ്പിൾസിൻ്റെ പ്രത്യേകത x1 പ്ലസ് x5 ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഫസ്റ്റും ഫിഫ്ത്തും കോർഡിനേറ്റ്സ് ആഡ് ചെയ്താൽ 0 കിട്ടണം. അങ്ങനെയുള്ള 5 ടപ്പിൾസ് മാത്രമാണ് യുവിലുള്ളത്. ദെൻ യുവിലെ വെക്റ്റർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും R5ലെ സ്റ്റാൻഡേർഡ് വെക്റ്റർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ചൂസ് ചെയ്യുക. നമ്മൾ എക്സാമ്പിൾ 3യിൽ Rnലെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്തിരുന്നു. അതിൽ n ഈക്വൽ ടു 5 ആകുമ്പോൾ R5ലെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻസ് കിട്ടും. ആ ഓപ്പറേഷൻസ് ഇങ്ങനെയാണ്. ഫോർ എനി വെക്റ്റർ x ഈക്വൽ ടു ഓഡഡ് 5 tuple x1 x2 x3 x4 x5 and vector y equal to odded 5 tuple y1 y2 y3 y4 y5 and any scalar alpha belongs to R. Vector x plus vector y equal to odded 5 tuple x1 plus y1 comma x2 plus y2 comma x3 plus y3 comma x4 plus y4 comma x5 plus y5 and alpha into vector x equal to odded 5 tuple alpha x1 alpha x2 alpha x3 alpha x4 comma alpha x5. Then യുവിൽ നിന്നും രണ്ട് വെക്റ്റേഴ്സ് വെക്റ്റർ x ആൻഡ് വെക്റ്റർ y ചൂസ് ചെയ്താൽ x1 പ്ലസ് x5 ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ y1 പ്ലസ് y5ഉം 0 ആയിരിക്കും. ദെൻ വെക്റ്റർ x പ്ലസ് വെക്റ്റർ y യുവിലൊരു മെമ്പർ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റും ഫിഫ്ത്തും കോർഡിനേറ്റ്സ് ആഡ് ചെയ്താൽ 0 കിട്ടണം. ദാറ്റ് ഈസ് x1 പ്ലസ് y1 പ്ലസ് x5 പ്ലസ് y5 ഈക്വൽ ടു 0 ആയിരിക്കണം. x1 പ്ലസ് y1 പ്ലസ് x5 പ്ലസ് y5 ഈക്വൽ ടു x1 പ്ലസ് x5 പ്ലസ് y1 പ്ലസ് y5 ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0 പ്ലസ് 0 ദാറ്റ് ഈസ് 0. കാരണം x1 പ്ലസ് x5ഉം y1 പ്ലസ് y5ഉം 0 ആണ്. സോ വെക്റ്റർ x പ്ലസ് വെക്റ്റർ y ബിലോങ്സ് ടു യു. ഇതുപോലെ ആൽഫ ഇൻറ്റു x1 പ്ലസ് ആൽഫ ഇൻറ്റു x5 ഈക്വൽ ടു ആൽഫ ഇൻറ്റു x1 പ്ലസ് x5 വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ആൽഫ ഇൻറ്റു വെക്റ്റർ എക്സിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് കോർഡിനേറ്റ്സ് ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുന്നത്. സോ ആൽഫ ഇൻറ്റു വെക്റ്റർ എക്സ് ബിലോങ്സ് ടു യു. സോ സെറ്റ് യുവിൽ വെക്റ്റർ അഡീഷനും സ്കാലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണ്. ദെൻ R5ൽ ഈ വെക്റ്റർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് ആയതുകൊണ്ടും യു R5ൻ്റെ ഒരു സബ്സെറ്റ് ആയതുകൊണ്ടും ഈ വെക്റ്റർ അഡീഷൻ യുവിലും കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് ആയിരിക്കും. ദെൻ നമുക്കറിയാം Rnലെ 0 വെക്റ്റർ എല്ലാ കോർഡിനേറ്റ്സും 0 ആയിട്ടുള്ള n ടപ്പിൾ ആണെന്ന്. സോ R5ലെ 0 വെക്റ്റർ എല്ലാ കോർഡിനേറ്റ്സും 0 ആയിട്ടുള്ള 5 ടപ്പിൾ ആയിരിക്കും. അതായത് ഓഡഡ് 5 ടപ്പിൾ 0 0 0 0 0 ആണ്. ദെൻ ഈ 0 വെക്റ്റർ യുവിലുണ്ട് എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇതിലെല്ലാ കോർഡിനേറ്റ്സും 0 ആയതുകൊണ്ട് അതിൻ്റെ ഫസ്റ്റും ഫിഫ്ത്തും കോർഡിനേറ്റ്സ് ആഡ് ചെയ്താലും 0 കിട്ടും. സോ 0 വെക്റ്റർ ബിലോങ്സ് ടു യു. ഇത് ഈ വെക്റ്റർ അഡീഷൻ്റെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആണെന്ന് ജനറൽ കേസിൽ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവേഴ്സിൻ്റെ കേസിലായാലും ആ ഇൻവേഴ്സ് എലമെൻറ്റ് യുവിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. യുവിലൊരു വെക്റ്റർ എക്സ് ഈക്വൽ ടു ഓഡഡ് 5 ടപ്പിൾ x1 x2 x3 x4 x5 ചൂസ് ചെയ്താൽ
ഈ ഓപ്പറേഷൻ്റെ അണ്ടർ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് വെക്റ്റർ മൈനസ് എക്സ് ഈക്വൽ ടു ഓഡ് 5 ടപ്പിൾ മൈനസ് x1 മൈനസ് x2 മൈനസ് x3 മൈനസ് x4 മൈനസ് x5 ആയിരിക്കും. ദെൻ എക്സ് യുവിലൊരു മെമ്പർ ആയതുകൊണ്ട് x1 പ്ലസ് x5 ഈക്വൽ ടു 0 ആണ്. therefore മൈനസ് x1 പ്ലസ് മൈനസ് x5 ഈക്വൽ ടു മൈനസ് ഓഫ് x1 പ്ലസ് x5 വിച്ച് ഇസ് ഈക്വൽ ടു 0. സോ മൈനസ് എക്സും യുവിലൊരു മെമ്പറാണ്. സോ ആക്സിയം 4ഉം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore u is an abelian group under standard vector addition in R5. ദെൻ യുവിലെ എല്ലാ മെമ്പേഴ്സും R5ലെ മെമ്പേഴ്സ് ആയതുകൊണ്ടും R5ൽ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ള സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ V5 മുതൽ V8 വരെയുള്ള എല്ലാ ആക്സിയംസും സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടും യുവിലും സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ എല്ലാ ആക്സിയംസും ഹോൾഡ് ചെയ്യും. therefore u is a vector space over R under these two operations.